പ്രിയമുള്ളവരെ, റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ആട്ടയിൽ പുഴു, അതായത് പുഴുവിനെ നോക്കിയില്ലേ, ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് അങ്ങടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തിയിൽ കുറച്ച് പൊടി ഇടാൻ വേണ്ടിയിട്ട് അതൊന്ന് അരിച്ചതാണ്. ഈ കാണുന്ന പുഴുവാണ്. ഇളകുന്നുണ്ട് കേട്ടോ, അതാ മെല്ലെ മെല്ലെ ഇളകുന്നുണ്ട്. ഇത് വാസ്തവമാണ്. ഇന്ന് കിട്ടിയതാണ്. ഇന്ന് ജൂൺ 29, അതായത് 29/6/2024. ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ ഡേറ്റ് 29/5, അതായത് ഒരു മാസം മുന്നേ പാക്ക് ചെയ്തതാണ്. ഇനി 2 മാസം കിടക്കുകയാണ്. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് പറഞ്ഞാൽ 26/8 ആഗസ്റ്റ് വരെ ഉണ്ട്. ഈ ഒരു മാസം മാത്രം കഴിഞ്ഞ ഈ ഗോതമ്പ് പൊടിയിൽ ഇത്രയും പുഴുവുണ്ടെങ്കിൽ ഒരു 2 മാസം കൂടി കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? കണ്ണി കണ്ട വൈറസൊക്കെ വന്ന് പെടും. അതുകൊണ്ട് ചീപ്പ് റേറ്റിൽ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മളും നമ്മുടെ മക്കളൊക്കെ വാങ്ങിക്കഴിക്കുന്ന ഇത് പുഴുവിനെ ആണെന്നതിൽ നമുക്ക് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ. നമ്മുടെ കേരള സർക്കാരിൽ നിന്ന് കിട്ടുന്നതാണ്. സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ വാങ്ങിക്കഴിക്കുന്ന നമ്മളെ കുറ്റം പറഞ്ഞാൽ മതി. മനസ്സിലായോ? കാരണം ഇത് സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും വാങ്ങിക്കഴിക്കാൻ പോകുന്നില്ല. വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ ചീപ്പ് റേറ്റിൽ കിട്ടുന്നത് വാങ്ങിക്കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് സർക്കാർ കൊടുക്കുന്നുണ്ട്. പിന്നെ സർക്കാരിന് നമ്മൾ നികുതി കൊടുത്ത്, അതിനാണോ നമ്മൾ നികുതി കൊടുത്തിട്ട് ഈ പുഴുവിനെ വാങ്ങിക്കഴിക്കാനാണോ? ദയവ് ചെയ്ത് ആരും വാങ്ങാതിരിക്കുക എന്നേ പറയാനുള്ളൂ. വാങ്ങിയാൽ അത് അരിച്ച് അതിൽ പുഴുവില്ലെന്ന് ഉറപ്പ് വരുത്തുക. ഞാൻ പണ്ടെങ്ങാനോ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ഇത് ഞാൻ വാങ്ങിയതല്ല കേട്ടോ, വേറെ കിട്ടിയതാണ്, ഡേറ്റ് ഉള്ളത് തന്നെയാണ്. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ഇതിൽ പുഴുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വാസ്തവമാണ്, സത്യമാണ്. ആരും ദയവ് ചെയ്ത് പുഴുവിനെ നമ്മുടെ മക്കൾക്കും നമ്മുടെ വീട്ടിലും വെച്ച് കഴിക്കാതിരിക്കുക. മനസ്സിലായോ? കാരണം ഇതിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലാണ് ഈ പുഴുവിൽ നിന്ന് എന്ത് വൈറസാ പിടിപെടുക എന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സർക്കാർ തരുന്നതൊക്കെ വൈറസാന്ന് പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു വിരോധവും ഇല്ല. മനസ്സിലായോ? തരുന്നത് നന്നായിരിക്കണം. അത് ആര് തന്നാലും. നന്നല്ലാത്തത് തന്നു കഴിഞ്ഞാൽ ഏത് മിടുക്കനായാലും നമുക്ക് അതുപോലെ പ്രതികരിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ പ്രതികരിക്കുന്നില്ല, മനുഷ്യർ പ്രതികരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് കാണുന്നവർ പ്രതികരിക്കാൻ പറ്റട്ടെ, കാണുന്നവർക്ക് എല്ലാവരും അത് നിരസിക്കുക. നമ്മൾ സാധാരണ നല്ല ഗോതമ്പ് വാങ്ങി കഴുകി പിന്നെ അതിനെ ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുക. അത് ഹെൽത്തിയാണ്, അത് നല്ലതാണ്. എന്തിനാ ഈ വിഷം കലർന്ന വസ്തുക്കൾ, ഈ അഴുക്ക് കലർന്ന വസ്തുക്കൾ നമ്മൾ ഇത് എങ്ങനെ പൊടിക്കുന്നതാണെന്ന് നമുക്കറിയോ? കാരണം ഈ ചീപ്പ് റേറ്റിൽ തരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പൂർണ്ണമായി ഗോതമ്പ് പൊടിയാണോ എന്ന് പോലും എൻ്റെ വ്യക്തിപരമായ സംശയമാണ്. അല്ലാതെ ആരും കുറ്റപ്പെടുത്തല്ല. വാങ്ങേണ്ടവർക്ക് വാങ്ങാം, വാങ്ങി കഴിക്കാതിരിക്കേണ്ടവർക്ക് കഴിക്കാതിരിക്കാം. പക്ഷേ വാങ്ങിയാൽ അത് ദയവ് ചെയ്ത് അരിച്ച് അത് ഉറപ്പ് വരുത്തുക. കാരണം ദൃക്സാക്ഷിയാണ് ഞാൻ തന്നെ ഇന്ന് രാവിലെ ചെയ്ത കാര്യമാണ്. ചപ്പാത്തി ഞാനല്ല കുഴച്ചത്, പക്ഷേ ചപ്പാത്തി പൊടിയിടാൻ വേണ്ടിയിട്ട് അരിച്ചപ്പോൾ കിട്ടിയ പ്രശ്നമാണിത്. അതെല്ലാവരും അറിയിച്ചു എന്നേ ഉള്ളൂ. മനസ്സിലായോ? അത് പോസിറ്റീവായി എടുത്ത് ഇത് എല്ലാവർക്കും അറിയിപ്പായി എല്ലാവർക്കും കൊടുക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ പുഴുവിനെ കഴിച്ചിട്ട് ചപ്പാത്തിയുടെ രുചി അറിയാതിരിക്കട്ടെ. ഞാൻ ഇനി കുറച്ച് വീണ്ടും ആദ്യം അത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടിയും പൊടി എടുത്തിട്ട് അരിച്ച 2 പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ. അതിൽ ഒരു പാക്കറ്റിൽ ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഒരു പാക്കറ്റിൽ കുഴപ്പമില്ലായിരുന്നു. ഈ പാക്കറ്റിലാണ് പ്രശ്നക്കാരുണ്ടായിരുന്നത്. ചെറിയ പുഴുവാണ് ഉണ്ടായിരുന്നത്. ചെറിയ പുഴു, വളരെ ചെറുതാണ്. അത് ഇങ്ങനെ ഇളകുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരെയും പരിഹസിക്കുക അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് വാങ്ങണ്ട എന്ന് പറയുകയല്ല. ഇത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങാൻ വെച്ചാൽ വാങ്ങിക്കോളൂ. പുഴുവിനെ കഴിക്കാമല്ലോ, വേണ്ടവർക്ക് കഴിക്കാം. അല്ല അവർക്ക് അനുകൂലമായ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സർക്കാരിന് അനുകൂലമായൊരു ദേഷ്യം വരും. അപ്പോൾ അത് വേണ്ട. ഇനി പുതിയ പാക്കറ്റ്, ഇതിൽ പുഴുവില്ല. ഇത് ജൂൺ 1 പാക്ക് ചെയ്തതാണ്. ഇന്ന് ജൂൺ 29 ഇതിൽ ഞാൻ അരിച്ച് നോക്കിയപ്പോൾ വലിയ പ്രശ്നം കണ്ടില്ല. അപ്പോൾ എല്ലാ പാക്കറ്റിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഡേറ്റ് കഴിയാൻ ഇനിയും 2 മാസം ഉണ്ട്. അതിൽ പുഴുവിനെ കണ്ടു. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി അറിയിച്ചതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.